ജനഹിതമനുസരിച്ചാണ് UDF പാലായിൽ ഭരണമുണ്ടാക്കിയതെന്ന് ഫ്രാൻസിസ് ജോർജ് MP. അതനുസരിച്ച് മുന്നോട്ടു പോകാൻ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട്. പ്രമേയം പാസാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകരുതായിരുന്നു. ചിലർക്ക് പരിചയക്കുറവുള്ളതുകൊണ്ടാകാം ഇത്തരം നടപടികൾ സ്വീകരിച്ചത്. പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ UDFന്റെ ജില്ലാ നേതൃത്വത്തെ അറിയിക്കണമായിരുന്നു. പാലാ നഗരസഭയിലെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും. എത്താൻ പ്രധാനമായിട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നതാണ്. ഇപ്പോൾ അവിടെ ഒരു പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നു. അതിലേക്ക് നയിച്ചത് കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചത് അവർ പിന്തുണ വിവരിച്ചതുമാണ്. എങ്ങനെ നോക്കുന്നത്? അല്ല, അത് ചെറിയ ചില തെറ്റിദ്ധാരണകളുടെയും ചില ചില്ലറ പ്രശ്നങ്ങളുടെയും പേരിലാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് വാസ്തവത്തിൽ സംസാരിച്ച് അവിടെ തന്നെ തീർക്കാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അതിനേക്കാൾ വലിയൊരു ഗൗരവമുള്ള വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് സംസാരിച്ച് UDF തലത്തിൽ സംസാരിച്ച് അതിന് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാവും. അത് ഇപ്പോൾ പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് പോലെ അവിശ്വാസത്തിലൂടെ ഭരണം ഇല്ലാതാക്കാം, അല്ലെങ്കിൽ പാലാ നഗരസഭയുടെ ഭരണത്തിൽ നിന്ന് UDFനെ പുറത്താക്കാമെന്ന് വിചാരിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. വാസ്തവത്തിൽ ഇത് അവിടെ തന്നെ സംസാരിക്കാം. ഇത് വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന നേതൃത്വം UDFൻ്റെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ച് ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് ഇങ്ങനൊരു ഭരണം UDFൻ്റെതായ നേതൃത്വത്തിൽ പാലാ നഗരസഭയിൽ ഉണ്ടാകണം. കാരണം കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ മാൻഡേറ്റ് അതാണ്. നിലവിലുണ്ടായിരുന്ന LDFൻ്റെ സംവിധാനം മാറി UDFൻ്റെ ഭരണം വരണം എന്നുള്ളതാണ് ജനങ്ങൾ നൽകിയ മാൻഡേറ്റ്. ആ മാൻഡേറ്റിനനുസരിച്ച് ഒരു ഭരണസമിതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു UDFൻ്റെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പൂർത്തീകരണം നല്ല രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു. ധാരണകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിനിടയിൽ ഒരു മുന്നണി പോലൊരു സംവിധാനമാകുമ്പോൾ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭരണത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടാകും. അതിപ്പോൾ ഇങ്ങനെ ഒരു തലത്തിലേക്കൊന്നും വളർത്തുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കുറച്ച് പരിചയക്കുറവിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, പുതിയ അംഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം രമ്യമായിട്ട് തന്നെ UDF തലത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇവരുടെ ഒരു നടപടി, അതായത് ഇപ്പോൾ പൊതു മതത്തിലേക്ക് എത്തിച്ച് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് ആക്കി കൊണ്ടുവന്നിച്ചു, അതായത് അവർ ആ വിശ്വാസം പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് പോയ സാഹചര്യം അത് ശരിയാണെന്ന് തോന്നുന്നു. അല്ല, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു പരിചയക്കുറവിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് അത് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. കൃത്യമായിട്ട് പാർലമെൻ്ററി പാർട്ടി കൂടുകയും ഓരോ യോഗത്തിന് മുമ്പും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനെന്ന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചില വീഴ്ചകൾ വന്നുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. അത് നമ്മൾ പറഞ്ഞു പറയും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ വിഷയമുള്ളത്? അപ്പോൾ ഇതിനു മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അത് പറഞ്ഞ് പരിഹരിച്ച് തീർന്നു. ഇതിപ്പോൾ ഒരു പുതിയ ഡെവലപ്മെൻറ്റാണ്. അവിടുത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച്, പൊതു ആവശ്യങ്ങൾ കൊടുക്കുന്നത് സംബന്ധിച്ചുള്ളതാണ്. ആദ്യമായിട്ടുള്ള കാര്യമല്ല, അവിടെ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഒരു പുതുമയൊന്നുമില്ലല്ലോ. പിന്നെ അതിലെന്തെങ്കിലും ഒരു ആശയവിനിമയത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നുള്ളൂ. തീർച്ചയായിട്ടും 15 ദിവസത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഉടൻ തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കും. അതിനൊരു ധാരണ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും കൂടിയാണല്ലോ ഭരിക്കുന്നത്. ഈ പറയുന്ന 14 അംഗങ്ങൾ വേണമല്ലോ. ആ 14 പേരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിനകത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കും.